Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama Rama Hare Hare Krishna 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 Hare Hare Rama Rama Hare 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 Krishna Krishna Hare Rama Rama Hare 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 Krishna 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 Hare Rama Rama Hare Hare हरे कृष्णा माताजी प्रणाम। हरे कृष्णा। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनाशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण। ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് 18ാമത്തെ അധ്യായത്തില് 39ാമത്തെ ശ്ലോകം വരെ എടുത്തു തോന്നുന്നു അല്ലെ? എടുത്തതിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നോ? എന്തൊക്കെ നമ്മൾ കണ്ടത്? കുറെ കാര്യങ്ങൾ കണ്ടു ഇന്നലത്തെ അധ്യായത്തിൽ. ഇന്നലെ പക്ഷെ ഇത്തിരി സ്പീഡിലെടുത്തിട്ടുണ്ട്. ഒരുപാട് കൺഫ്യൂസ് ആണത്. രാജസം തമോ ഗുണങ്ങളല്ലേ? അറിവും എല്ലാം ഒന്നിച്ചാകുമ്പോ ഒരു പെട്ടെന്ന് നോക്കിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഇഷ്ടമാണ് മാതാജി സ്പീഡ് പറയുന്നത്. അല്ല, ഇപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞതില് മൂന്ന് ഗുണത്തിലുള്ളവരുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇന്നലെ ജ്ഞാനത്തെ പറഞ്ഞു, 3 ഗുണത്തിലുള്ളവരുടെ ജ്ഞാനം പറഞ്ഞു, 3 ഗുണത്തിലുള്ളവരുടെ കർമ്മം പറഞ്ഞു, 3 ഗുണത്തിലുള്ളവരുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞു, നിശ്ചയത്തെ കുറിച്ച് പറഞ്ഞു, പിന്നെ ബുദ്ധിയെ കുറിച്ച് പറഞ്ഞു. എല്ലാത്തിനും 3 ഗുണത്തിലുള്ളവരുടെ പിന്നെ ഏതാ പറഞ്ഞവരും കൂടി പറഞ്ഞല്ലോ. ജ്ഞാനം പറഞ്ഞു, കർത്താവ് പറഞ്ഞു, കർമ്മം പറഞ്ഞു, പിന്നെ നിശ്ചയം പറഞ്ഞു, ബുദ്ധി പറഞ്ഞു, സുഖം കൂടി പറഞ്ഞു അല്ലെ? അപ്പൊ 3 ഗുണത്തിലുള്ള സാത്വികഗുണം, രജോ ഗുണം, തമോ ഗുണത്തിലുള്ളവരുടെ ഇതിനെ കുറിച്ച്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് നമുക്ക് എന്താണ്, സാത്വിക ഗുണത്തിലുള്ള എല്ലാവർക്കും എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? സാത്വിക ഗുണത്തിലുള്ളവര് ചെയ്യുന്നത് എല്ലാതും എങ്ങനെയായിരിക്കും? അതായത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ആയിരിക്കില്ല അവർ ചെയ്യുന്നത്. അവരെ സാത്വിക ഗുണത്തിലുള്ളവർ എന്താണ് ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്നത്. എന്തൊരു കാര്യമായാലും ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്നവരാണ് സാത്വികത്തിലുള്ളവര്. അത് ഏതായാലും ഇപ്പൊ സുഖമായാലും എന്തായാലും എല്ലാത്തിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണ്? ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്നവരാണല്ലോ. രജോ ഗുണാണെങ്കിലോ ഫലത്തിൽ ആസക്തിയോട് കൂടിയായിരിക്കും എല്ലാം ചെയ്യുന്നത്. തമോ ഗുണത്തിലാണെങ്കിൽ എന്താണ്, അത് ആർക്കും ഗുണമില്ലാത്ത രീതിയിൽ അവർക്ക് അജ്ഞാനമാണ് അവര്. അപ്പൊ ആ രീതിയിലായിരിക്കും അവരുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തികൾ വരുന്നത്. അതാണ് മെയിൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് 3 ഗുണത്തിന്റെ. നോക്കിയിരുന്നോ നിങ്ങള്? ബുക്കെല്ലാം നോക്കുന്നുണ്ട് മാതാജി. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇന്നലത്തെ? മനസ്സിലായി. കൺഫ്യൂഷൻ മാതാജി ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള സമ്പർക്കത്തിൽ നിന്ന് ഇത് പിന്നെ കിനാവ് കണ്ടുകൊണ്ട് ചെയ്യുന്ന അത് ഇന്ദ്രിയങ്ങൾ, കിനാവ് കണ്ട് അതിനുവേണ്ടി മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ എന്നിവ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന അത് താമസം അല്ലേ? രാജസം എന്ന് കൊടുത്തിരിക്കുന്ന അതെ അത് താമസല്ലേ? അത് രാജസം. താമസം കൊടുത്തപ്പോ രാജസം ആണെന്ന് പറഞ്ഞല്ലോ. തെറ്റാന്ന് പറഞ്ഞു താമസം. അതെ, തെറ്റാണോ അത്? ഇവിടെ ബുക്കിൽ താമസം എന്ന് എഴുതിയിരിക്കുന്നത്, പക്ഷെ ആൻസറിൽ രാജസമാണ് ശരിയെന്ന് പറഞ്ഞു. ഏതാണ് അത്? ഇന്നലത്തെ ക്വിസില്
ഇന്നലത്തെ ക്യൂസില് മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ എന്നിവയെ കനാവ് കണ്ട് അതിനുവേണ്ടി മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ എന്നിവയെ പ്രവർത്തിക്കുന്ന അത് താമസം എന്നാണ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. അല്ല, ഒരു ദിക്കില് രാജസം ഞാൻ കുറച്ച് കണ്ടു. എവിടാന്ന് പറഞ്ഞാല് ഞാനത് വായിക്കുമ്പോ കണ്ടായിരുന്നു. പേജ് 850 850. ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എത്രാമത്തെയാ? ഏഴാമത്തെ തോന്നുന്നു, ഏഴാമത്തെ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. നോക്കട്ടെ. മാതാജി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇട്ടായിരുന്നോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. രണ്ടാമത്തെ എനിക്ക് വന്നില്ല കേട്ടോ. മനസ്സ്, പ്രാണേന്ദ്രിയങ്ങൾ എന്നിവയെ വെറും കിനാവുകൾ കണ്ട് അതീശാവകാശം സ്ഥാപിക്കാനായി മാത്രം പ്രവർത്തിപ്പിക്കുന്ന അവസ്ഥയെ എന്ത് വിളിക്കുന്നു? അല്ല, ഇതിലുണ്ട് പുസ്തകത്തിൽ. ഞാൻ ഇന്നലെ കണ്ടിട്ട് ഞാൻ തന്നെ എഴുതി. ധൃതിനെ പറ്റിട്ടല്ലേ, നിശ്ചയത്തിനെ പറ്റിട്ടല്ലേ പറയുന്നേ? നിശ്ചയത്തെ കുറിച്ച്. അത് താമസല്ലേ അതിന്റെ ആൻസർ? അതെ. അപ്പൊ താമസം കൊടുത്തപ്പോ തെറ്റാണ്, രാജസാണ് ശരിയെന്നാണല്ലോ വന്നേ. എനിക്ക് രാജസം ശരിയെന്ന് തോന്നി. ഞാൻ ഈ ബുക്കിൽ നോക്കിയിട്ടാണ് ആൻസർ എഴുതിയത്. എനിക്ക് പെട്ടെന്ന് പറയുന്നില്ല. ഞാൻ ബുക്കിൽ നോക്കുമ്പോ രാജസം തന്നെയാണ് വരുന്നത്. അതാ നമ്മൾ എഴുതിയത്. ബുക്കിൽ ഏതൊരു ശ്ലോകത്തിലുണ്ട്. ശ്ലോകത്തിലുണ്ട് അത്. അങ്ങനെ തന്നെയാണ്. അത് രാജസം 38ാമത്തെ ശ്ലോകത്തിലാ. വിഷയേന്ദ്രിയ സംയോഗാത് യത്തദ്രേ അമൃതോപമം പരിണാമേ വിഷമിവ തത്സുഖം രാജസം സ്മൃതം. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേരുമ്പോൾ ഉള്ളതാകുന്ന സുഖം ആദ്യത്തിൽ അമൃതമെങ്കിലും അവസാനത്തെ വിഷയം രാജസമാണ് ഈ സുഖം. ഭയം ശ്ലോകം വിഷാദം മതമേവ താമസി തന്നെ കിടക്കണ ശ്ലോകത്തില്. താമസ. അപ്പൊ ആൻസർ താമസം എഴുതിയിട്ട് തെറ്റാന്ന് പറഞ്ഞു, പിന്നെ ഡി ആന്ന് പറഞ്ഞു ആൻസർ. ഞാൻ ഇന്നലെ റെക്കോർഡ് വീഡിയോ അതിന്റെ ആൻസർ താമസാണ്. ഇപ്പൊ ഞാൻ പറയാ അതിന്റെ ആൻസേഴ്സ്. ഇത് രണ്ടാമത്തെ അല്ലേ പറയുന്നത്? അതെ. രണ്ടാമത്തെ വാക്ക് ഞാൻ കണ്ടിട്ടാണ് ഞാൻ എഴുതിയത്. രണ്ടാമത്തെയാണ്. ഞാൻ 2 പ്രാവശ്യം റെക്കോർഡ് വീഡിയോ കണ്ടിട്ടാണ് ആൻസർ ചെയ്തത്. അപ്പൊ അതില് താമസം കൊടുത്തേക്കണേ. അപ്പൊ അതാ ഞാൻ താമസം ആൻസർ ചെയ്തത്. അപ്പൊ തെറ്റാണ്. 7D ആണ് ആൻസർ എന്ന് പറഞ്ഞു. എനിക്കും അങ്ങനെ തന്നെ. അറിയാലോ ഇത് സംഭവിക്കുന്ന താമസാണ് അതിന്റെ ആൻസർ. അതായത് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ അത് താമസാണെന്നുള്ളത്. താമസമാണ്. അതെ. അതിൽ ഞാൻ പറയട്ടെ, ഒന്നാമത്തെ ആൻസർ ഏതാ വരുന്നത്? ഒന്നാമത്തെ ആൻസർ ത്രിഗുണങ്ങൾ അല്ലേ? രണ്ടാമത്തത് ചെയ്യുന്ന കർമ്മത്തെ സാത്വികമായിട്ടുള്ള കർമ്മം എന്ന് പറയും. അതായത് അപ്പൊ ഞാൻ ABC പറഞ്ഞ കൺഫ്യൂഷൻ ആണ്. അതിന്റെ ആൻസർ പറഞ്ഞ് ഞാൻ പറയുന്നത്. തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് അഹങ്കാരത്തോടെയും കഠിന പ്രയത്നത്തോടെയും ചെയ്യുന്ന കർമ്മം രാജസം. മൂന്നാമത്തത് തുടക്കത്തിൽ വിഷം പോലെ തോന്നുന്നതും ഒടുവിൽ അമൃതമായിട്ട് തോന്നുന്നതും സാത്വികം. അഞ്ചാമത്തത് ശരീരത്തിന്റെ സുരക്ഷിതത്വത്തിനും സംതൃപ്തിക്കും ഉതകുന്ന തരം അറിവിനെ പാഠഭാഗം എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ശരീരമാണെന്ന് ചിന്തിക്കുന്നത് എന്താണ്? താമസല്ലേ? താമസമായിട്ടുള്ള ജ്ഞാനം. ത്രിഗുണങ്ങൾ നിർണ്ണയിക്കുന്ന 5 ഘടകങ്ങളിൽ താഴെ പറഞ്ഞതിൽ ഏതാണ്? ശ്ലോകം 19-40 പ്രകാരം ഭക്ഷണത്തിൽ യജ്ഞം ദൃഢനിശ്ചയം. മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ കണ്ട് അതീശാവകാശം സ്ഥാപിക്കാനായി മാത്രം പ്രവർത്തിക്കുന്ന അവസ്ഥ താമസം. അത് താമസം. അത് തന്നെയാ. അർജുനനെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന പദം ഹരദർശക. പാഠഭാഗം അനുസരിച്ച് സാത്വിക സുഖം എന്തിൽ നിന്നാണ് സുഖം ഉണ്ടാകുന്നത്? ആത്മബുദ്ധി പ്രസാദം. പ്രസാദം.
ഇനിയുണ്ടോ? ഒരെണ്ണം കൂടി ഉണ്ട് തോന്നി. ഒരെണ്ണം കൂടി ഉണ്ട്. കഴിഞ്ഞോ? ഒരെണ്ണം കൂടി ഉണ്ട്. പ്രപഞ്ചത്തിലെ ഒരെണ്ണം കൂടിയുണ്ട്. ആരും മുക്തരല്ല എന്നുള്ള ഉത്തരം. പ്രപഞ്ചത്തിലെങ്കിലും ലാസ്റ്റ് അത് ഡി ആണ്. പ്രകൃതി മൂന്ന് ആരും ഗുണങ്ങൾ മുക്തരല്ല. ആരും മുക്തരല്ല. ഇല്ല, ആരും ആരും മുക്തരല്ല. ഇതാണ് അതിന്റെ അതെ. ആൻസർ. കിട്ടിയില്ലേ? ഇന്നലത്തെ ക്വസ്റ്റ്യൻ കിട്ടിയില്ലല്ലോ. ഇതിപ്പോ രണ്ടാമത്തത്. ഒന്നാമത്തെ പറയണോ? ഒന്നാമത്തെ നോക്കണോ? വേണ്ട അങ്ങനെ തന്നെ വേണ്ട. ഒന്നാമത്തെ കൺഫ്യൂഷൻ. ഏതായാലും ഇത് ഇട്ടില്ല. എന്താ സംഭവിക്കുന്ന വെച്ചാല് അല്ല എനക്ക് ABCD ടിക്ക് ഞാൻ നാളെ മറ്റേ പറ്റുന്നത് ഇവിടെ. നോക്കിട്ടാണല്ലോ എഴുതിയത്. ഇവിടെ കണ്ടതാണ്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 40ാമത്തെ ശ്ലോകം തൊട്ട് എടുക്കാനുണ്ട് അല്ലെ? 40ാമത്തെ ശ്ലോകം. ഓക്കെ ഓക്കെ. പറ്റില്ല. ഞാനോട് നോക്കിയിട്ട് എഴുതിയതാണ്. അങ്ങനെ ഇവിടെ ഉണ്ട് ഉത്തരം. അഞ്ചാമത്തെ ശ്ലോകം അല്ലെ മതേജത്? 7ാമത്തെ ഉത്തരം പിടികിട്ടി. ആൻസർ ബുക്കിൽ നിന്ന് കിട്ടി. മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്ന ചെയ്യുന്നവരുടെ ധൃതിയാണ് താമസം. ഈ 33ാമത്തെ ശ്ലോകത്തില് പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഇത് സാത്വികമാണല്ലോ. യോഗാനുഷ്ഠാനത്തെ നിലനിർത്തിയതും ദൃഢമായതും മനസ്സ്, പ്രാണ, ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതുമായ നിശ്ചയം സാത്വികമാണ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 40. ന തദസ്തി പൃഥിവീം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യഥേഭി സ്വാതൃഭിർഗുണൈ. ഈ ഭൂമിയിലോ ഉപരിഗ്രഹ വ്യൂഹങ്ങളിൽ ദേവന്മാർക്കിടയിലോ പ്രകൃതിജങ്ങളായ ഈ 3 ഗുണങ്ങളിൽ നിന്നും മുക്തനായിട്ട് യാതൊരു ജീവനുമില്ല. അപ്പൊ ഈ ഭൂമിയിലായാലും ഈ ഉപരിഗ്രഹ വ്യൂഹങ്ങളിലായാലും ദേവന്മാർക്കിടയിലായാലും പ്രകൃതിജങ്ങളായിട്ടുള്ള ഈ 3 ഗുണങ്ങളിൽ നിന്ന് മുക്തനായിട്ട് യാതൊരു ജീവനും ഇല്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ എവിടെയാണെങ്കിലും ഈ പ്രപഞ്ചത്തിൽ എവിടെയാണെങ്കിലും ഈ ത്രിഗുണങ്ങള് ഏതായാലും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആരെയായാലും അത് സ്വാധീനിച്ചിരിക്കും. അത് മനുഷ്യനായാലും ശരി, മൃഗങ്ങളായാലും ശരി, പക്ഷികളായാലും ശരി, ഈ ഭൂമിയിലും ഉപരിഗ്രഹ വ്യൂഹങ്ങളിലും ദേവന്മാർക്കിടയിലോ പ്രകൃതിജങ്ങളായി 3 ഗുണങ്ങളിൽ നിന്ന് മുക്തനായിട്ട് ആരും തന്നെ ഇല്ല എന്നാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും എന്തുണ്ട്? ഈ 3 ഗുണങ്ങള് എല്ലാവരെയും ബാധിച്ചിരിക്കും. ഇനി അടുത്ത ഭാഗം. ഇനി വർണ്ണങ്ങൾ, 4 വർണ്ണത്തിലുള്ളവരെ ഓരോ ഗുണം എങ്ങനെ സ്വാധീനിക്കും, അപ്പൊ അതനുസരിച്ച് ഓരോരുത്തരുടെ സ്വഭാവം എങ്ങനെയാണെന്നാണ് അടുത്തതിൽ പറയുന്നത്.
ബ്രഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരം തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർഗുണൈ. ഹേ ശത്രുഞ്ജയനായ അർജുന, ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും തിരിച്ചറിയുന്നത് ത്രിഗുണങ്ങളെ ആധാരമാക്കി ഉണ്ടാകുന്ന സ്വഭാവ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പറയുന്നത് ശത്രുഞ്ജയനായ അർജുന, ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും തിരിച്ചറിയുന്നത് ത്രിഗുണങ്ങളെ ആധാരമാക്കി ഉണ്ടാകുന്ന സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇവരൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തി ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ എന്ന് മനസ്സിലാക്കുന്നത് ത്രിഗുണങ്ങളെ ആധാരമാക്കി ഉണ്ടാകുന്ന സ്വഭാവ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ നമ്മളൊരു വ്യക്തി ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആ വ്യക്തിയെ നമുക്ക് എന്ത് പറയാൻ സാധിക്കില്ല? ബ്രാഹ്മണനാണെന്ന് പറയാൻ സാധിക്കില്ല. അതല്ല ഒരു ക്ഷത്രിയന്റെ കുടുംബത്തിൽ ജനിച്ച ആ വ്യക്തി ഒരു ക്ഷത്രിയനാണെന്നോ, അല്ലെങ്കിൽ വൈശ്യന്റെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ആ വ്യക്തി ഒരു വൈശ്യനാണ്, അല്ലെങ്കിൽ ശൂദ്രകുലത്തിൽ ജനിച്ചത് കൊണ്ട് അവനൊരു ശൂദ്രനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതെങ്ങനെയാ പറയുന്നത്? ഗുണകർമ്മ വിഭാഗശഃ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതേപോലെ തന്നെ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ത്രിഗുണങ്ങളെ ആധാരമാക്കി ഉണ്ടാകുന്ന സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഇപ്പൊ ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് ആ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഗുണം ആ വ്യക്തിയെ ബാധിച്ചിരിക്കുന്നത് തമോ ഗുണം. ഹരേ കൃഷ്ണ. ആ വ്യക്തിയിൽ ബാധിച്ചിരിക്കുന്ന തമോ ഗുണമാണെന്ന് വിചാരിക്കൂ. അപ്പൊ തമോ ഗുണമാണ് വളരെയധികം ഇപ്പൊ മദ്യപിക്കുന്നതാണ്, അങ്ങനെ തമോ ഗുണത്തിലുള്ളവരുടെ സ്വഭാവങ്ങൾ ഉണ്ടല്ലോ. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് ബ്രാഹ്മണനായിട്ട് പറയാൻ സാധിക്കുമോ? ആ വ്യക്തിയെ ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റില്ല അല്ലെ? കാരണം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ എന്താണ്? മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന വ്യക്തിയാണ് ബ്രാഹ്മണൻ. ഇതൊന്നും ചെയ്യുന്നില്ല, നേരെ മറിച്ച് മദ്യപിച്ച്, അതായത് തമോ ഗുണത്തിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അത് മുഴുവൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ആരല്ല? ഒരു ബ്രാഹ്മണനാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ നമ്മളെ ത്രിഗുണങ്ങളെ ആധാരമാക്കി ഉണ്ടാകുന്ന സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയെ ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, വൈശ്യർ, ശൂദ്രൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് ഭഗവാൻ പറയുന്നു. ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ എങ്ങനെയാണ് പറയുന്നത്? ശമോദമസ്തപാശൗചം ശാന്തിരാർജവമേവച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ഒരു ബ്രാഹ്മണൻ ഉണ്ടാവേണ്ട സ്വഭാവ സവിശേഷതകളാണ് ഈ പറയുന്നത്. ഇത്രയും ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യക്തി ആരാണ്? ഒരു ബ്രാഹ്മണനാണ്. ശാന്തത, ആത്മസംയമനം, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം. ആസ്തിക്യം എന്ന് വെച്ചാല് ഭക്തി ഉണ്ടാവണം, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കണം. ധർമ്മം ഉണ്ടാവണം, ഭക്തി ഉണ്ടാകണം. എന്നിവയാണ് ബ്രാഹ്മണരുടെ പ്രവർത്തികളുടെ ഗുണവിശേഷങ്ങൾ. ഒരു ബ്രാഹ്മണനാണെന്ന് നമുക്ക് പറയണമെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളുള്ള വ്യക്തി ആരാണ്? ബ്രാഹ്മണനാണ്. ശാന്തനായിരിക്കും, ആത്മസംയമനം പാലിക്കുന്നവരായിരിക്കും, തപസ് ഉണ്ടായിരിക്കും, വിശുദ്ധി ഉണ്ടായിരിക്കും, ക്ഷമ ഉണ്ടായിരിക്കും, പിന്നെ സത്യസന്ധത, പിന്നെ ജ്ഞാനം, അറിവുണ്ടായിരിക്കും, വിജ്ഞാനം ഉണ്ടായിരിക്കും. ആ അറിവ് എന്ത് ചെയ്യും? പ്രായോഗികത്തിൽ കൊണ്ടുവരും. അറിഞ്ഞാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവനായിരിക്കും. ആസ്തിക്യം, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവനായിരിക്കും, പിന്നെ ഭക്തനായിരിക്കും. അങ്ങനെയുള്ള വ്യക്തിയാണ് ആര്? ഒരു ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബ്രാഹ്മണൻ ഉണ്ടാകുന്ന ഗുണങ്ങളാണിത്. ഇത്തരം ഗുണങ്ങളുള്ള ഒരു വ്യക്തിയെ നമുക്ക് ആരെന്ന് പറയാം? ബ്രാഹ്മണൻ എന്ന് പറയാം. ഈ ഗുണങ്ങൾ ഒരു ശൂദ്രൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിയും ആര് തന്നെയാണ്? ബ്രാഹ്മണൻ തന്നെയാണ്. ഒരു ക്ഷത്രിയൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിയും ബ്രാഹ്മണനാണ്. വൈശ്യനുണ്ടെങ്കിലും ഈ വ്യക്തി ആരാണ്? ബ്രാഹ്മണൻ. അപ്പൊ ഇത്രയും ഗുണങ്ങളുള്ള വ്യക്തി ആരാണോ അവരാണ് ആര്? ബ്രാഹ്മണൻ എന്ന് പറയും. ഇത്രയും ഗുണങ്ങള് ഒരു ബ്രാഹ്മണ കുലത്തിൽ ജന്മം കൊണ്ട ഒരു വ്യക്തിക്ക് ഇല്ല എന്നൊക്കെ, ഈ ഗുണങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ ആ വ്യക്തി ആരല്ല? ബ്രാഹ്മണനല്ല. ക്ലിയർ ആയോ? ശൗര്യം തേജോതിർദാക്ഷ്യം യുദ്ധേ ചാപ്യ പലായനം ദാനമീശ്വര ഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. പരാക്രമം, ബലം, ദൃഢനിശ്ചയം, നൈപുണ്യം, യുദ്ധത്തിൽ ധൈര്യം, ഔദാര്യം, നേതൃത്വം എന്നിവയാണ് ക്ഷത്രിയരുടെ പ്രവർത്തികളുടെ സ്വാഭാവിക ഗുണങ്ങൾ. പരാക്രമം, ബലം, ദൃഢനിശ്ചയം, നൈപുണ്യം, യുദ്ധത്തിൽ ധൈര്യം, ഔദാര്യം, നേതൃത്വം എന്നിവയാണ് ആര്? ക്ഷത്രിയരുടെ പ്രവർത്തികളുടെ സ്വഭാവ ഗുണങ്ങൾ. ക്ഷത്രിയർക്ക് പരാക്രമം, ബലം, ദൃഢനിശ്ചയം, നൈപുണ്യം, യുദ്ധത്തിലെ ധൈര്യം, ഔദാര്യം, നേതൃത്വ സ്വഭാവം, ഇതൊക്കെ ആരിൽ കാണുന്നതാണ്? ക്ഷത്രിയരുടെ സ്വഭാവത്തിൽ കാണുന്ന
ഗുണങ്ങളാണ്, ക്ഷത്രിയരിൽ ഉണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള സ്വാഭാവിക ഗുണങ്ങള്. കൃഷി ഗോരക്ഷ്യ വാണിജ്യം വൈശ്യ കർമ്മ സ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാഭി സ്വഭാവജം. കൃഷി, ഗോരക്ഷം, വ്യാപാരം എന്നിവ വൈശ്യർക്ക് സ്വാഭാവികങ്ങളായ കർമ്മങ്ങളാണ്. ശൂദ്രരുടേത് അധ്വാനവും മറ്റുള്ളവരെ പരിചരിക്കലുമാകുന്നു. അപ്പൊ കൃഷി, ഗോരക്ഷ, വാണിജ്യം, വ്യാപാരം എന്നിവ വൈശ്യർക്ക് സ്വാഭാവികങ്ങളായിട്ടുള്ള എന്ന് പറയുന്നത്. കൃഷി, ഗോരക്ഷ, വ്യാപാരം എന്നിവ വൈശ്യർക്ക് സ്വാഭാവികങ്ങളായിട്ടുള്ള കർമ്മങ്ങളാണ്. അപ്പൊ കൃഷി ഉണ്ടാവും, ഗോരക്ഷ, ഗോക്കളുടെ രക്ഷ, വ്യാപാരം, ഇതാണ് വൈശ്യരിൽ കാണുന്നത്. ശൂദ്രരേതാണെങ്കിലോ അധ്വാനവും മറ്റുള്ളവരെ പരിചരിക്കലുമാണ് ശൂദ്രരിൽ കാണുന്നത്. അപ്പൊ 4 വർണ്ണത്തിലുള്ളവര്, ബ്രാഹ്മണൻ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, അവരിൽ കാണുന്ന സ്വാഭാവികമായിട്ട് അവർക്ക് കാണുന്ന സ്വഭാവങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരാൾ വൈഷ്ണവൻ, ഒരു ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഭഗവാൻ പറയുന്നു. ശേഷേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നരഃ സ്വകർമ്മനിരത സിദ്ധിം യഥാ വിദ്ധതി തച്ഛൃണു. സ്വാഭാവികങ്ങളായ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നാൽ മനുഷ്യന് പൂർണ്ണത നേടാം. അതെങ്ങനെയെന്ന് പറയാം, കേൾക്കുക. പിന്നെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നാലും ഒരു മനുഷ്യന് എന്ത് സാധിക്കും? പൂർണ്ണത നേടാനായിട്ട് സാധിക്കും. അതെങ്ങനെ പറയാം, കേൾക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികങ്ങളായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നാലും ഒരു മനുഷ്യന് പൂർണ്ണത നേടാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് പ്രവർത്തികൾ വെച്ചാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നാലും ഒരു വ്യക്തിക്ക് പൂർണ്ണത നേടാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. യഥാ പ്രവൃത്തി ഭൂതാനം യഥാ പ്രവൃത്തിർഭൂതാനം യേന സർവമിദം തതം സ്വകർമ്മണ തമഭ്യർച്ച സിദ്ധിം വിദ്ധതി മാനവഃ. സർവജീവികളുടെയും പ്രഭവസ്ഥാനവും സർവവ്യാപിയുമായ ഭഗവാനെ ആരാധിക്കുക നിമിത്തം സ്വകർമ്മങ്ങളിൽ കൂടി ഒരു വ്യക്തിക്ക് പരിപൂർണതയിലെത്താം. എന്താണ്? എല്ലാ ജീവികളുടെയും പ്രഭവസ്ഥാനമായ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ ആരാധിക്കുന്നത് വഴി എന്ത് സാധിക്കും? സ്വന്തം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരു വ്യക്തിക്ക് പരിപൂർണതയിലെത്താൻ സാധിക്കും. അപ്പൊ സർവ്വജീവികളുടെയും പ്രഭവസ്ഥാനവും സർവവ്യാപിയുമായിട്ടുള്ള ഭഗവാനെ ആരാധിക്കുക വഴി സ്വകർമ്മങ്ങളിൽ കൂടി ഒരു വ്യക്തിക്ക് പരിപൂർണതയിലെത്താൻ സാധിക്കും. അപ്പൊ എല്ലാ ജീവികളുടെയും പ്രഭവസ്ഥാനമായിട്ടുള്ള സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ ആരാധിക്കുക, അതുവഴി സ്വകർമ്മങ്ങളിൽ കൂടി ഒരു വ്യക്തിക്ക് എന്ത് സാധിക്കും? പരിപൂർണത നേടാനായിട്ട് സാധിക്കും. എല്ലാ ജീവികളുടെയും പ്രഭവസ്ഥാനം, എല്ലാവരുടെയും ആരാധ്യനായിട്ടുള്ള സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ ആരാധിക്കുക, അതുവഴി സ്വകർമ്മങ്ങളിൽ കൂടി ഒരു വ്യക്തിക്ക് പരിപൂർണത നേടാൻ സാധിക്കുമെന്നാണ് ഇതില് പറയുന്നത്. ശ്രേയാൻ സ്വധർമ്മ വിഗുണ പരധർമാസ്വനുഷ്ഠിതാത് സ്വഭാവാനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. അന്യന്റെ കർമ്മം ഭംഗിയായി ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുറ്റമറ്റതായില്ലെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ട പ്രവൃത്തി ചെയ്യുക എന്നതാണ്. സ്വഭാവത്തിനനുസരിച്ച് നിർദ്ദിഷ്ടമായ കർമ്മത്തിൽ ഏർപ്പെടുന്നവർക്ക് പാപപ്രതികരണം അനുഭവിക്കേണ്ടി വരുന്നില്ല. അപ്പൊ അന്യന്റെ കർമ്മം ഭംഗിയായി ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് എന്ത്? കുറ്റമറ്റതല്ലെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നത്. സ്വഭാവത്തിനനുസരിച്ച് നിർദ്ദിഷ്ടമായ കർമ്മത്തിൽ ഏർപ്പെടുന്നവർക്ക് പാപപ്രതികരണം അനുഭവിക്കേണ്ടി വരില്ല. അതായത് മറ്റുള്ളവരുടെ കർമ്മം, ഇപ്പൊ ഒരു ക്ഷത്രിയനാണെങ്കിൽ ക്ഷത്രിയന്റെ ധർമ്മം എന്താണ്? യുദ്ധം ചെയ്യുക. ബ്രാഹ്മണന്റെ ധർമ്മം എന്താണ്? മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുക. അപ്പൊ ഈ അറിവ് പകർന്നു കൊടുക്കേണ്ട ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ ധർമ്മം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? മറ്റുള്ളവരെ വധിക്കേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ആ ക്ഷത്രിയന്റെ ധർമ്മം ചെയ്യുമ്പോ ആ ബ്രാഹ്മണൻ എന്ത് വരും? പാപം ഏൽക്കേണ്ടി വരും. കാരണം ബ്രാഹ്മണന്റെ ധർമ്മം എന്താണ്? അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ക്ഷത്രിയന്റെ ധർമ്മമാണ് യുദ്ധം ചെയ്യുക. അപ്പൊ ഇവിടെ ബ്രാഹ്മണ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ആ ബ്രാഹ്മണന് മറ്റുള്ളവരെ കൊല്ലേണ്ടി വരും. ആ കൊല്ലേണ്ടി വരുമ്പോ ആ ചെയ്തതിന്റെ ഫലം ആരനുഭവിക്കണം? ബ്രാഹ്മണൻ അനുഭവിക്കണം. നേരെ മറിച്ച് അത് ക്ഷത്രിയനാണ് ചെയ്യുന്നതെങ്കിൽ ക്ഷത്രിയന്റെ സ്വഭാവമാണ് എന്ത്? യുദ്ധം ചെയ്യുക എന്നുള്ളതും മറ്റുള്ളവരെ വധിക്കുക എന്നുള്ളതും. അപ്പൊ സ്വർഗത്തിൽ പോകാനായിട്ട് ക്ഷത്രിയന് സാധിക്കും. പക്ഷെ ബ്രാഹ്മണൻ ചെയ്തു കഴിഞ്ഞാൽ അത് സ്വർഗത്തിൽ പോകില്ല, ചെയ്തതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ കർമ്മം നമ്മൾ തെറ്റായി ചെയ്താലും വിരോധമില്ല. പക്ഷെ മറ്റുള്ളവരുടെ കർമ്മം നന്നായിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്താണ്? നമ്മുടെ കർമ്മം തെറ്റായിട്ട് ചെയ്യുന്നതാണെന്നാണ് ഭഗവാൻ പറയുന്നത്. സഹജം കർമ്മ കൗന്ദേയ സദോഷമപി നാത്യചേത്
സർവാരംഭാ ഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃതഃ. ഹേ കൗന്ദേയ, അഗ്നി പുകയാൽ മൂടപ്പെട്ടിരിക്കുന്നത് പോലെ എല്ലാ ഉദ്യമങ്ങളും ഏതെങ്കിലും ദോഷത്താൽ മൂടപ്പെട്ടിരിക്കും. അതുകൊണ്ട് തനിക്ക് സ്വാഭാവികമായ കർമ്മം അത് ദോഷങ്ങൾ നിറഞ്ഞതായാൽ പോലും ഉപേക്ഷിക്കാവുന്നതല്ല. ഇവിടെ പറയുന്നത് അഗ്നി പുകയാൽ മൂടപ്പെട്ടിരിക്കുന്നത് പോലെ, എപ്രകാരമാണോ അഗ്നി പുക കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ഉദ്യമങ്ങളും ഏതെങ്കിലും ദോഷത്താൽ മൂടപ്പെട്ടിരിക്കും. ഏതെങ്കിലും ദോഷം കൊണ്ട് എല്ലാ തരത്തിലുള്ള ഉദ്യമങ്ങളും മൂടപ്പെട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തനിക്ക് സ്വാഭാവികമായ കർമ്മം അത് ദോഷങ്ങൾ നിറഞ്ഞതാണെങ്കിൽ പോലും അവ ഉപേക്ഷിക്കേണ്ടതില്ല. അപ്പൊ അഗ്നി പുകയാൽ മൂടപ്പെട്ടിരിക്കുന്നത് പോലെ എല്ലാ ഉദ്യമങ്ങളും ഏതെങ്കിലും ദോഷത്താൽ മൂടപ്പെട്ടിരിക്കും. അതുകൊണ്ട് തനിക്ക് സ്വാഭാവികമായിട്ടുള്ള കർമ്മം അത് ദോഷം നിറഞ്ഞതാണെങ്കിൽ പോലും നമ്മൾ അതെന്ത് ചെയ്യേണ്ട, അത് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളതല്ല എന്നാണ്. നമുക്ക് ദോഷങ്ങൾ ഉള്ളതാണെങ്കിൽ പോലും സ്വാഭാവിക കർമ്മം അത് ദോഷം നിറഞ്ഞതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഏതൊരു കർമ്മവും പരമപുരുഷന്റെ തൃപ്തിക്കായിക്കൊണ്ട് അനുഷ്ഠിക്കപ്പെടുമ്പോൾ അതിന്റെ ദോഷവശങ്ങൾ നീങ്ങി വിശുദ്ധമാകുന്നു. ഭക്തിഭരിതമായ സേവനത്തോട് ബന്ധപ്പെട്ട് കർമ്മഫലങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടാൽ അന്തരാത്മാവിനെ ദർശിക്കാൻ വേണ്ടുന്ന പരിപൂർണത ഒരാൾക്ക് ലഭിക്കും. അതാണ് ആത്മസാക്ഷാത്കാരം. അപ്പൊ ഏതൊരു കർമ്മവും പരമപുരുഷന്റെ തൃപ്തിക്കായിട്ട് അനുഷ്ഠിച്ചു പോരുമ്പോൾ അത് നമുക്ക് എന്ത് സാധിക്കും, അതിന്റെ ദോഷവശങ്ങളെല്ലാം ഇല്ലാതാക്കി അത് വിശുദ്ധമാകും. കാരണം ചെയ്യുന്നത് എല്ലാ കർമ്മങ്ങളും ആർക്ക് വേണ്ടിയാണ്, ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഭക്തിഭരിതമായ സേവനത്തോട് കൂടി ബന്ധപ്പെട്ട് കർമ്മഫലങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാലോ അന്തരാത്മാവിനെ ദർശിക്കാൻ വേണ്ടുന്ന ആ പരിപൂർണത നേടാൻ സാധിക്കും. കാരണം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സാധിക്കും, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കും. പരിപൂർണത നേടാൻ ആ വ്യക്തിക്ക് സാധിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കാം നമുക്ക്. അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗത സ്പൃഹഃ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. ആത്മസംയമനം നേടിയവനും അനാസക്തനും ഭൗതിക സുഖഭോഗങ്ങളെല്ലാം അവഗണിച്ചവനുമായ ഒരാൾക്ക് ത്യാഗപരിശീലനത്തിലൂടെ പ്രതികരണങ്ങളിൽ നിന്നുള്ള പരമമായ മോചനം നേടാൻ കഴിയും. ആത്മസംയമനം നേടിയവൻ, അനാസക്തൻ, ഭൗതിക സുഖഭോഗങ്ങളെല്ലാം അവഗണിച്ചവൻ, അങ്ങനെ ഒരു വ്യക്തിക്ക് അയാൾക്ക് ത്യാഗപരിശീലനത്തിലൂടെ പ്രതികരണങ്ങളിൽ നിന്നുള്ള പരമമായ മോചനം നേടാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കും. ആത്മസംയമനം നേടിയവൻ, അനാസക്തനായ ഭൗതിക സുഖഭോഗങ്ങളെല്ലാം അവഗണിച്ചവനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ത്യാഗപരിശീലനത്തിലൂടെ എന്ത് സാധിക്കും, പ്രതികരണങ്ങളിൽ നിന്ന് പരമമായ മോചനം നേടാനായിട്ട് സാധിക്കും. അതായത് പാപഫലങ്ങളൊന്നും അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. ഭൗതിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചു ആത്മസംയമനം നേടിയവനാണ്, ആസക്തി ഇല്ലാത്തവനാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് എന്തുണ്ടാവില്ല, പരമമായ മോചനം നേടാനും സാധിക്കും. ഈ പ്രതികരണങ്ങളിൽ നിന്ന് മോചനം നേടാൻ, അതായത് പാപഫലങ്ങളൊന്നും അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. കാരണം എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. താൻ പരമപുരുഷന്റെ ഒരു അംശം മാത്രമാണെന്നും തന്മൂലം സ്വകർമ്മഫലങ്ങൾ അനുഭവിക്കാനുള്ള അവകാശം തനിക്കില്ലെന്നും എപ്പോഴും ഓർക്കുന്നതാണ് യഥാർത്ഥമായ ത്യാഗം. താൻ ഭഗവത് അംശമാക്കിയാൽ തന്റെ കർമ്മങ്ങളുടെ ഫലം ആസ്വദിക്കേണ്ടത് ഭഗവാൻ തന്നെ. ഇതാണ് ശരിയായ കൃഷ്ണാവബോധം. അപ്പൊ ശരിയായ കൃഷ്ണാവബോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശരിയായ സന്യാസി എന്ന് പറയുന്നത് ആരാണ്? നമുക്കറിയാം, നമ്മൾ പഠിച്ചുല്ലേ, നമ്മളെ ഈ ശരീരവും നമ്മുടെ ഇന്ദ്രിയങ്ങളും എല്ലാത്തിന്റെയും യഥാർത്ഥ അവകാശി ആരാണ്? ഭഗവാനാണ്. നമുക്ക് രണ്ടാമത്തെ അവകാശം വരുന്നുള്ളൂ, നമ്മൾ പഠിച്ചു, ഓർമ്മയുണ്ടോ? നമ്മുടെ ഈ ശരീരത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെയും എല്ലാം യഥാർത്ഥ അവകാശി ഭഗവാനാണ്. രണ്ടാമത്തെ അവകാശമാണ് ആർക്ക് വരുന്നത്? നമുക്ക് വരുന്നത്. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നമ്മൾ ആർക്ക് വേണ്ടിയിട്ടായിരിക്കണം ചെയ്യേണ്ടത്? അതിന്റെ ഒക്കെ എല്ലാം അവകാശി ആരാണ്? ഭഗവാനാണ്. നമുക്ക് വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അതിന്റെ ഫലങ്ങളും ഭഗവാന് വേണ്ടിയിട്ടായിരിക്കണം ചെയ്യുന്നത്. കാരണം നമുക്ക് അതിൽ യാതൊരു അവകാശവും ഇല്ല എന്ന് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. അതാണ് എന്ത് യഥാർത്ഥ ത്യാഗം. നമ്മൾ ഭഗവാന്റെ അംശമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അനുഭവിക്കേണ്ടതും ആസ്വദിക്കേണ്ടതും ആരാണ്? ഭഗവാനാണ് ഇതൊക്കെ ആസ്വദിക്കേണ്ടതും അനുഭവിക്കേണ്ടതും. ഇതാണ് ശരിയായ കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. ഭഗവാനാണ് ഇതിന്റെ ഒക്കെ ആസ്വാദകൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. യഥാർത്ഥ അവകാശി ഭഗവാനാണെന്ന് മനസ്സിലാക്കുക. അതാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നതും. യഥാർത്ഥ സന്യാസി, ഇതേപോലെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ആര്? യഥാർത്ഥ സന്യാസി. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാജ്ഞാനസ്യ പര. ഹേ കുന്തിപുത്ര, ഈ നിലയിലെത്തിയവന് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ആത്യന്തികോന്നതിയായ ബ്രഹ്മപദം പ്രാപിക്കാൻ ഉതകുന്ന പദ്ധതിയെ
പറ്റി ഇനി സംക്ഷിപ്തമായി പറയാം, എന്നിൽ നിന്ന് അതറിയുക. അപ്പൊ ഹേ കുന്തിരി പുത്ര, എന്താ പറയുന്നത് ഇവിടെ? ഈ നിലയിലെത്തിയവന് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ആത്യന്തിക ഉന്നതിയായിട്ടുള്ള ആ ബ്രഹ്മപദം പ്രാപിക്കാൻ ഉതകുന്ന പദ്ധതിയെ പറ്റി ഇനി പറഞ്ഞത്. അപ്പൊ ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം ഭഗവാന് വേണ്ടി സമർപ്പിച്ച് ഭഗവാന് വേണ്ടി ചെയ്യാൻ ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഏറ്റവും ടോപ്പിലെ ഉന്നതിയായിട്ടുള്ള ബ്രഹ്മപദം പ്രാപിക്കുന്ന ഉതകുന്ന പ്രക്രിയയെ കുറിച്ച് ഇനി ഭഗവാൻ പറഞ്ഞു തരാന്ന് പറയാണ്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ തൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാസ്യക്ത രോഗദ്വേഷവിദുസ്യ ച വിവിക്താസേ വിലക്വാസി യഥാ വാക്കായ മാനസ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരീഗ്രഹം വിമുച്യ നിർമ്മമാ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. തന്റെ ബുദ്ധിയാൽ ശുദ്ധീകരിക്കപ്പെട്ട് സ്ഥിരനിശ്ചയനായി മനസ്സിനെ നിയന്ത്രിച്ചും ഭോഗവിഷയങ്ങളെ ത്യജിച്ചും രാഗദ്വേഷങ്ങൾ തീണ്ടാതെയും വിജന സ്ഥലത്ത് താമസിച്ച് ഭക്ഷണം നന്നേ ചുരുക്കി ശരീരം മനസ്സ് വാക്ക് ഇവയെ കീഴടക്കി ധ്യാനയോഗം അനുഷ്ഠിക്കുന്ന ആൾ വിരക്തനായും മിഥ്യാഹങ്കാരം ബലത്തെക്കുറിച്ചുള്ള മതം മിഥ്യാഭിമാനം കാമം ക്രോധം ഭൗതിക ദ്രവ്യങ്ങളിൽ ആഗ്രഹം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞും തെറ്റായ അധീശത്വ ബോധമില്ലാതെയും ശാന്തനായി തീർന്നിട്ട് നിശ്ചയമായും ആത്മസാക്ഷാത്കാരം നേടിയെടുക്കും. അപ്പൊ എന്താ പറഞ്ഞ, തന്റെ ബുദ്ധിയിൽ ശുദ്ധീകരിക്കപ്പെട്ട് സ്ഥിരനിശ്ചയനായി മനസ്സിനെ നിയന്ത്രിച്ച് ഭോഗവിഷയങ്ങളെ ത്യജിച്ച് രാഗദ്വേഷങ്ങൾ തീണ്ടാതെ രാഗദ്വേഷങ്ങളൊന്നും ഇല്ലാതെ വിജനമായ സ്ഥലത്ത് താമസിച്ച് ഭക്ഷണം നന്നേ ചുരുക്കിക്കൊണ്ട് മനസ്സ് ശരീരം വാക്ക് ഇന്ദ്രിയങ്ങൾ എന്നിവയൊക്കെ കീഴടക്കി ധ്യാനയോഗം അനുഷ്ഠിക്കുക. ധ്യാനം ചെയ്യുന്ന വ്യക്തിക്ക് വിരക്തനായി മിഥ്യാഹങ്കാരം പിന്നെ ബലത്തെ കുറിച്ചുള്ള മതം മിഥ്യാഭിമാനം കാമം ക്രോധം ഭൗതിക ദ്രവ്യങ്ങളിലുള്ള ആഗ്രഹം ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞ് തെറ്റായ അതിശത്വ ബോധമില്ലാതെ ശാന്തനായി തീർന്നിട്ട് നിശ്ചയമായിട്ടും ആത്മസാക്ഷാത്കാരം നേടിയെടുക്കാൻ ആർക്ക് സാധിക്കും? ഇത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക്. അതായത് യോഗയിലൂടെ അല്ലെ ധ്യാനത്തിലൂടെ യോഗം അനുഷ്ഠിക്കുക. അപ്പൊ നമുക്ക് എന്താണ്, മനസ്സും ശരീരവും ഇന്ദ്രിയങ്ങളൊക്കെ കീഴടക്കാൻ സാധിച്ചു. വിരക്തനായി മിഥ്യാഹങ്കാരം ബലത്തെ കുറിച്ചുള്ള മതം ഇതൊക്കെ ഒഴിഞ്ഞ് ഈ പറഞ്ഞ ദോഷങ്ങളൊന്നുമില്ല, കാമം ക്രോധം ഇതൊന്നും ഇല്ലാതെ ഭൗതികമായ വസ്തുക്കളോട് ഒരു ആഗ്രഹങ്ങളില്ലാതെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് വിജനമായ സ്ഥലത്ത് താമസിച്ച് ഭക്ഷണമൊക്കെ നന്നേ ചുരുക്കിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്ത് സാധിക്കും? ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കും. ബ്രഹ്മഭൂതാ പ്രസന്നാത്മാ നാശോചതി ന കാംക്ഷതി സമ സർവേഷു ഭൂതേഷു മത്ഭക്തിം ലഭതേ പരാം. ഈ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേർന്നവൻ പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. അയാൾക്ക് ദുഃഖമില്ല, ആഗ്രഹങ്ങളില്ല, സർവഭൂതങ്ങളിലും സമഭാവനയാണ് അയാൾക്കുള്ളത്. ഈ നിലയിൽ അയാൾ വിശുദ്ധ ഭക്തിയോടെ എന്റെ സേവനത്തിൽ മുഴുകുന്നു. ഈ ആധ്യാത്മിക നിലയിൽ എത്തിച്ചേർന്നവർ എങ്ങനെയാണ്? പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുക. അപ്പൊ ഈ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേർന്നാല് ആ പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. പിന്നെ അയാൾക്ക് എന്തില്ല? ദുഃഖങ്ങളില്ല, ആഗ്രഹങ്ങളില്ല. സർവഭൂതങ്ങളിലും എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? സമഭാവനയോടെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അയാൾക്ക് എല്ലാറ്റിനെയും ഒരേപോലെ കാണാനായിട്ട് സാധിക്കും. സ്വന്തമായിട്ട് ആഗ്രഹങ്ങളോ ദുഃഖങ്ങളോ ഒന്നും അയാൾക്കില്ല. ആ അവസ്ഥയിൽ എത്തിച്ചേരുമ്പോ പരമാനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ ഭക്തിയോട് കൂടി എന്ത് ചെയ്യും? ഭഗവാന്റെ സേവനത്തില് മുഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. വിഷപ്പല്ലുകൾ തകർന്ന സർപ്പത്തെ പോലെ ആത്മനിയന്ത്രിതങ്ങളായ ഇന്ദ്രിയങ്ങളെയും ഭക്തന് ഭയപ്പെടാനില്ല. അപ്പൊ വിഷപ്പല്ലുകൾ തകർന്ന സർപ്പത്തെ എന്ന പോലെ ആത്മനിയന്ത്രിതങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എല്ലാതും എങ്ങനെയാണ്? നിയന്ത്രിച്ച അവസ്ഥയാണ്. ഭൗതിക വിഷബാധ ഏറ്റ മനുഷ്യനെ പ്രപഞ്ചം ദുരിതപൂർണമാകുന്നത്. അപ്പൊ ഭൗതികമായിട്ടുള്ള വിഷബാധ ഏറ്റാലാണ് മനുഷ്യൻ എന്ത് പ്രോബ്ലം ആകുന്നത്? ഈ പ്രപഞ്ചം ദുരിതപൂർണമാകുന്നത്. ഭക്തനെ സംബന്ധിച്ച് എന്താണത്? ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് വൈകുണ്ഠ ലോകം പോലെയാണ്. കാരണം എല്ലാതും ആർക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചപ്പോഴും ഭഗവാനുമായിട്ട് ബന്ധത്തിലാണ് ഇരിക്കുന്നത്. അപ്പോ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പരവ്യാമം പോലെ വൈകുണ്ഠം പോലെയാണ് ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത്.
ഭക്ത്യാ മാമാഭിജാനാതി യാവാൻ യച്ഛാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാതോ വിശതേ തദനന്തരം. ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയാൻ കഴിയൂ. ആ ഭക്തി കൊണ്ട് തന്നെ എന്നെ കുറിച്ച് പൂർണ്ണബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പൊ ഭക്തി കൊണ്ട് മാത്രമാണ് എന്ത് സാധിക്കുന്നത്? ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയാൻ കഴിയുന്നത്. ആ ഭക്തി കൊണ്ട് തന്നെ എന്നെ കുറിച്ചുള്ള പൂർണ്ണബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പൊ ഭഗവാൻ അറിയണമെങ്കിൽ എന്ത് വേണം? ഭക്തി വേണം. ഭക്തി ഇല്ലാതെ ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കില്ല. ആ ഭക്തിയിലൂടെ മാത്രമേ ഭഗവാന്റെ ആ ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാനും സാധിക്കുള്ളൂ. ഇവിടെ വിശദേ എന്ന പദം എന്നിൽ ഉൾപോകുന്നു എന്ന് പറയുന്നു. വിശദ എന്ന് വെച്ചാല് എന്നിൽ ഉൾപോകുന്നു. വ്യക്തിശൂന്യ ബ്രഹ്മത്തോടെയുള്ള ഏകീഭാവം എന്ന അദ്വൈത സിദ്ധാന്തത്തെ സൂചിപ്പിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത്. അതല്ല ശരി. അത് സ്വന്തം വ്യക്തിത്വം പുലർത്തിക്കൊണ്ട് തന്നെ ഭഗവത് സമ്പർക്കത്തിനും സേവനത്തിനും വേണ്ടി ശ്രീകൃഷ്ണധാമത്തിൽ പ്രവേശിക്കുക എന്നതാണ് ഇവിടെ നിർദ്ദിഷ്ടമായ അർത്ഥം. ഉദാഹരണത്തിന് പച്ചക്കിളി പച്ചമരത്തിൽ കയറുന്നത് അതിനോട് ഏകീഭവിക്കാനല്ല, അതിന്റെ ഫലങ്ങൾ ആസ്വദിക്കാനാണ്. അപ്പോൾ ഇവിടെ ഭഗവാനോട് ഏകീഭവിക്കുക, വ്യക്തിശൂന്യ പരമത്തോടുള്ള ഏകീഭാവം. ഭക്തന്മാര് ഭഗവാനോട് ഏകീഭവിക്കുക എന്ന് പറയുന്നത് ഭഗവാന്റെ ലോകത്ത് പോയിട്ട് ഭഗവാന് സേവനം ചെയ്തുകൊണ്ട് ഇരിക്കുക, ഭഗവാന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ് അർത്ഥാക്കുന്നത്. അല്ലാതെ ഭഗവാനിൽ ലയിക്കുക എന്നുള്ളതല്ല. ലയിക്കുന്നത് എവിടെയാണ്? ബ്രഹ്മത്തിൽ, പ്രകാശത്തിലാണ് ലയിക്കുന്നത്. ഇവിടെ ഭക്തന്മാര് ഭഗവാനോട് ഏകീഭവിച്ചു എന്ന് പറയുന്നത് ഭഗവാന്റെ ധാമത്തിലേക്ക് പ്രവേശിച്ചു, ഭഗവാന് സേവനം ചെയ്യാനായിട്ട് ഭഗവാന്റെ ധാമത്തിലേക്ക് പ്രവേശിച്ചു അർത്ഥാക്കുന്നത്, അല്ലാതെ ഭഗവാനിലേക്ക് ലയിച്ചു എന്നല്ല. അവിടെ എന്താ ഉദാഹരണം പറയുന്നത്? ഒരു പച്ചക്കിളി പച്ചമരത്തിൽ ഇരിക്കുന്നത് ആ പച്ചമരത്തോട് ഏകീഭവിക്കാനല്ല. അത് എന്തിനാണ് കയറുന്നത്? അത് ഫലങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ കയറുന്നത്. സർവകർമ്മണ്യാപി സദാ കുർവാണോ മദ്വ്യപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. ഏതു തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും എന്നെ മാത്രം ആശ്രയിക്കുന്ന എന്റെ വിശുദ്ധ ഭക്തൻ എന്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതവുമായ എന്റെ ധാമം പ്രാപിക്കും. അപ്പൊ ഏത് തരത്തിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ശരി, ഭഗവാനെ മാത്രം ആശ്രയിക്കുന്ന ഭഗവാന്റെ വിശുദ്ധ ഭക്തന്മാര് ഭഗവാന്റെ കാരുണ്യം കൊണ്ടും സംരക്ഷണം കൊണ്ടും അനശ്വരവും ശാശ്വതവുമായിട്ടുള്ള ഭഗവാന്റെ ധാമം പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനത്തെ പ്രവൃത്തി ചെയ്താലും ഭഗവാനെ മാത്രമാണ് അവർ ആശ്രയിക്കുന്നതെങ്കിൽ ഭഗവാന്റെ ഭക്തൻ എങ്ങനെയായിരിക്കും? ഭഗവാന്റെ കാരുണ്യം കൊണ്ടും സംരക്ഷണം കൊണ്ടും അനശ്വരമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഭഗവാന്റെ ധാമം പ്രാപിക്കാനായിട്ട് അവർക്ക് സാധിക്കും. മത്വ്യപാശ്രയ എന്നതിന് പരമപുരുഷന്റെ സംരക്ഷണത്തിൽ എന്നാണ് അർത്ഥം. മത്വ്യപാശ്രയ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭഗവാന്റെ സംരക്ഷണത്തിൽ എന്നാണ് അർത്ഥമാക്കുന്നത്. ഭൗതിക കൽമഷങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുവാൻ വേണ്ടി വിശുദ്ധ ഭക്തൻ ഭഗവാന്റെയോ ഭഗവാന്റെ പ്രതിനിധിയായ ആധ്യാത്മിക ഗുരുവിന്റെയോ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പൊ ഭൗതികമായിട്ടുള്ള കൽമഷങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി ഒരു ഭക്തൻ എന്ത് ചെയ്യും? ഒന്നുകിൽ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ആ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുക. ഇനി മാത്രമാണ് നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള കൽമഷങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കാൻ സാധിക്കുന്നത്. അതിന് നമുക്ക് ഭഗവാന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്ത സതതം ഭവ. സകല കർമ്മങ്ങളിലും എന്നെ ആശ്രയിക്കൂ, എന്നിട്ട് എന്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിക്കുക. അങ്ങനെയുള്ള ഭക്തിയുടെ സേവനത്തിൽ എന്നെ പറ്റിയുള്ള പൂർണ്ണമായ ബോധവും ഉണ്ടായിരിക്കും. അപ്പൊ സകല കർമ്മങ്ങളിലും എന്ത് വേണം? എന്നെ ആശ്രയിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിക്കുക. അപ്പൊ എല്ലാ കർമ്മങ്ങളിലും ഭഗവാനെ ആശ്രയിച്ച് ഭഗവാന്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിക്കുക. അങ്ങനെയുള്ള ഭക്തിയുടെ സേവനത്തിൽ എന്നെ പറ്റിയുള്ള പൂർണ്ണമായ ബോധം ഉണ്ടായിരിക്കണം. അപ്പൊ ഭഗവാനെ പറ്റിയുള്ള പൂർണ്ണ ബോധത്തോടു കൂടി എല്ലാ കർമ്മങ്ങളിലും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭഗവാന്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിക്കൊണ്ട് ഭഗവാനില് എന്ത് ചെയ്യുക? ഭഗവാന്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിക്കുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യണം, ഭഗവാന് വേണ്ടി ചെയ്യണം, ഭഗവാന്റെ സംരക്ഷണത്തിൽ ഇരുന്നുകൊണ്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് എന്താണ്? ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണമായ ബോധം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഭക്തിയുടെ സേവനത്തിൽ എന്നെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള ബോധവും അവർക്കുണ്ടായിരിക്കും. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാതരിഷ്യസി അഥാ ചേതോ മഹങ്കാര നാശോഷ്യസി ന വിനക്ഷ്യസി. എന്നെ
കുറിച്ച് ബോധവാനായിരുന്നാൽ നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ ബദ്ധ ജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യാഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലാകട്ടെ നാശമാണ് ഫലം. അപ്പൊ എന്നെ കുറിച്ച് ബോധവാനായിരുന്നു കഴിഞ്ഞാൽ നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ എന്ത് സാധിക്കും? ബദ്ധ ജീവിതത്തിലെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ നിനക്ക് കഴിയും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യാഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലോ നാശമായിരിക്കും ഫലം. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണ ബോധം, ഭഗവാനെ കുറിച്ച് ബോധവാനായിരുന്നാല് ഭഗവാന്റെ പ്രസാദം കൊണ്ട് തന്നെ ബദ്ധ ജീവിതത്തിലെ സകല ക്ലേശങ്ങളും അതിജീവിക്കാൻ കഴിയും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യാഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലോ നാശമായിരിക്കും ഫലം എന്ന് പറയാം. അപ്പോ ഭഗവാനെ കുറിച്ചുള്ള ബോധം ഉണ്ടായിരിക്കണം. ഭഗവാനെ കുറിച്ചുള്ള ബോധം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രസാദം കൊണ്ട് തന്നെ എല്ലാ ക്ലേശങ്ങളെയും അതിജീവിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കും. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ നമ്മുടെ ഇഷ്ടത്തിന്, മിഥ്യാഹങ്കാരം കൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നെങ്കിലോ നാശമായിരിക്കും നമുക്ക് ഫലം. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കാത്തവർ ഭൗതികതയുടെ ചുഴിക്കുത്തിൽ സ്വയം നഷ്ടപ്പെട്ടു പോകുന്നു. സംസാര സമുദ്രത്തിൽ ജനന മരണങ്ങളിൽ പെട്ട് വലയുന്നു. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്തെന്ന് ബദ്ധ ജീവാത്മാവിന് അറിഞ്ഞുകൂടാ. കൃഷ്ണാവബോധം ഉദിച്ചവനാകട്ടെ പ്രവൃത്തി സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അയാൾ ചെയ്യുന്നതെന്തും ഹൃദയസ്ഥനായ കൃഷ്ണന്റെ പ്രേരണയനുസരിച്ചും ആധ്യാത്മിക ഗുരുവിന്റെ സ്ഥിരീകരണത്തോടുമായിരിക്കും. അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? ഭൗതികതയുടെ ചുഴുക്കുത്തിൽ കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നവർ ഭൗതികതയുടെ ചുഴുക്കുത്തിൽ സ്വയം നഷ്ടപ്പെട്ടു പോകും. സംസാര സമുദ്രത്തിൽ ജനന മരണങ്ങളിൽ നിന്ന് ബലപ്പെട്ട് വലയും. ചെയ്യേണ്ടത് എന്താണ്, ചെയ്യരുതാത്തത് എന്തെന്നും ആ ബദ്ധ ജീവാത്മാവിന് അറിഞ്ഞുകൂടാ. അപ്പൊ കൃഷ്ണാവബോധം ഉദിച്ചവന് പ്രവൃത്തി സ്വാതന്ത്ര്യം ലഭിക്കും. അപ്പൊ അയാള് ചെയ്യുന്നത് എന്തും ഹൃദയസ്ഥനായ കൃഷ്ണന്റെ പ്രേരണയനുസരിച്ചും ആധ്യാത്മിക ഗുരുവിന്റെ സ്ഥിരീകരണത്തോടു കൂടിയുമായിരിക്കും. കൃഷ്ണാവബോധം ഉദിച്ചവൻ പ്രവൃത്തി സ്വാതന്ത്ര്യം ലഭിക്കും. കൃഷ്ണാവബോധത്തിലുള്ള വ്യക്തിക്ക് അയാൾ ചെയ്യുന്നതെല്ലാം ഭഗവാന് വേണ്ടിയിട്ടായിരിക്കും, ഭഗവാന്റെ പ്രേരണയ്ക്ക് അനുസരിച്ചായിരിക്കും. അപ്പൊ അങ്ങനെയായിരിക്കും ആര് ചെയ്യുന്നത്? കൃഷ്ണാവബോധത്തിലുള്ള വ്യക്തിക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് ഭൗതികതയുടെ ചുരുക്കത്തിൽ വീണ വ്യക്തിയാണെങ്കിലോ അയാൾ സ്വയം നഷ്ടപ്പെട്ടവനായിരിക്കും. ഈ സംസാര സമുദ്രത്തിൽ നിന്ന് ഈ ജനന മരണങ്ങളിൽ പെട്ട് വലയേണ്ടതായിട്ട് വരും. ചെയ്യേണ്ടത് എന്താണ്, ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്നുള്ളത് ആ വ്യക്തിക്ക് അറിയാനായിട്ട് സാധിക്കില്ല. യദഹങ്കാരമാശ്രിത്യ നായോത്സ്യ ഇതി മന്യസേ മിഥൈഷ്യ വ്യവസായാസ്തേ പ്രകൃതി സ്വാനിയോഷ്യതി. എന്റെ നിർദ്ദേശത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ, യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ നീ വഴിപിഴച്ചു പോകും. മാത്രമല്ല നിന്റെ സ്വഭാവ പ്രകൃതിയാൽ നീ യുദ്ധത്തിൽ ഏർപ്പെടുക തന്നെ വേണം. അപ്പൊ അർജുനനോട് പറയാണ്, ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, എന്റെ നിർദ്ദേശം നീ പാലിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്ത് വരും? നീ വഴിപിഴച്ചു പോകും. നിന്റെ സ്വഭാവ പ്രകൃതിയാൽ നീ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. കാരണം നീ ആരാണ്? ക്ഷത്രിയനാണ്. ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ യുദ്ധം ചെയ്യണം എന്നിവിടെ ഭഗവാൻ പറയാണ്. ഭഗവത് നിർദ്ദേശത്തെ അഥവാ ഭഗവത് പ്രതിനിധിയായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശത്തെ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. അപ്പൊ ഭഗവാന്റെ നിർദ്ദേശത്തെ അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ഗുരുവിന്റെ നിർദ്ദേശത്തെ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. ആ പരമപുരുഷന്റെ കൽപ്പന നിറവേറ്റുന്നതിൽ വൈമുഖ്യം കാണിക്കരുത്. അപ്പൊ ഭഗവാന്റെ കൽപ്പന നിറവേറ്റുന്നതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വൈമുഖ്യം കാണിക്കാൻ പാടില്ല. ഭഗവത് ആജ്ഞ നിർവഹിക്കുന്നവർ ഏത് അവസരത്തിലും സുരക്ഷിതരായിരിക്കും. അപ്പൊ ഭഗവാന്റെ ആജ്ഞ നിർവഹിക്കുന്നവർ ഏത് അവസരത്തിലും എങ്ങനെയാണ്? സുരക്ഷിതരായിരിക്കും എന്ന് ഭഗവാൻ പറയുന്നത്. സ്വഭാവജേന കൗന്ദേയ നിബദ്ധ സ്വേന കർമ്മണ കർത്തും നേച്ഛസി യത് മോഹാത് കരിഷ്യാസവശോപിത. അല്ലയോ പാർത്ഥ, വ്യാമോഹം കൊണ്ട് നീ ഇപ്പോൾ എന്റെ ആജ്ഞ നിറവേറ്റാൻ പഠിക്കുന്നു. എന്നാൽ സ്വാഭാവികമായി കർമ്മത്തിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി അനിഷ്ടമായി തോന്നുന്ന അതേ കർമ്മം നിനക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ വ്യാമോഹം കൊണ്ട് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ നിനക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ പറയുന്നത് നീ അനുസരിക്കാതെ വരാണ്. പക്ഷേ നിന്റെ സ്വഭാവം എന്താണ്? ക്ഷത്രിയനാണല്ലേ. ക്ഷത്രിയനായതുകൊണ്ട് നീ യുദ്ധം ചെയ്യണം. ആ സ്വഭാവം നിന്റെ അതുകൊണ്ട് തന്നെ നീ പ്രേരണയ്ക്ക് വഴങ്ങിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? നിനക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന ആ കാര്യം നീ ചെയ്യേണ്ടി വരും. യുദ്ധം ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അതേ കർമ്മം തന്നെ നീ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നിന്റെ സ്വഭാവം, കർമ്മത്തിന്റെ സ്വഭാവം അതാണ്. എന്ത്? നീ യുദ്ധം ചെയ്യാന്നുള്ളതാണ് ക്ഷത്രിയന്റെ കടമ. അതുകൊണ്ട് നീ അത് ചെയ്യേണ്ടതായിട്ട് വരും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപതരുപേശ്ച കൃപാ സിന്ധോഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദിക്ക് ജയ
श्यामानंदे हरि हरि बोल। हरे कृष्णा। हरे कृष्णा। हरे कृष्णा माताजी। हरे कृष्णा हरे कृष्णा माताजी। हरे कृष्णा क्वेश्चन നോക്കാം. ഹരേ കൃഷ്ണ മാതാജി, ഒരു സംശയം. പറഞ്ഞു മാതാജി. 33 ശ്ലോകം ഒന്ന് നോക്കൂ. 33 അവിടെ ഒരു സംശയം. പറഞ്ഞു മാതാജി. ധൃത്യായ ധാരയതേ മന പ്രാണേന്ദ്രിയ ക്രിയാ യോഗാന വ്യഭിചാരിണ്യ ധൃതി സാപാർത്ഥ സാത്വികി. അവിടെ മനസ്സ്, പ്രാണൻ, ദൃഢനിശ്ചയം, ഇന്ദ്രിയങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ 7ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാന്നുള്ളതാണ് സംശയം എനിക്ക്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? താമസം എന്നാണ് മാം പറഞ്ഞത്. അപ്പൊ അവിടെ എന്താണ് പറയുന്നത്? 33 സാത്വികം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതാ പറഞ്ഞ സാത്വികം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലായില്ല. ഞാന് സാത്വികം എന്ന് എഴുതിയിരിക്കണേ. ഇപ്പം മാം താമസം എന്ന് പറയുന്നു. ആ ശ്ലോകത്തില് അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഒന്ന് നോക്കൂ. 33 കേന്ദ്രീകരിക്കുന്ന സ്ഥിരനിശ്ചയത്തോണ്ട് അതെല്ലാം പരമാത്മാവിന്റെ ഗുണങ്ങളല്ലേ. സ്ഥിരനിശ്ചയം, ഇന്ദ്രിയങ്ങളെല്ലാം പരമാത്മാവിന്റെ മനസ്സ്, പ്രാണം, ഇന്ദ്രിയങ്ങൾ എന്നിവ വെറും കിനാവുകൾ കണ്ട് അധീനാവകാശം സ്ഥാപിക്കുന്നതായി മാത്രം പ്രവർത്തിപ്പിക്കുന്ന അവസ്ഥ. അതാണ്. ഒരു സെക്കൻഡ്, ഇതൊന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ലൈവ് ക്ലോസ് ചെയ്യട്ടെ, എന്നിട്ട് ഒന്ന് പറയാം. ഇതിലെന്താ പറഞ്ഞ ബ്രാഹ്മണരുടെ പ്രവർത്തികളുടെ ഗുണവിശേഷങ്ങൾ ഏതെല്ലാമാണ്? ബ്രാഹ്മണരുടെ ശാന്തത, ആത്മസംയമനം, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം. അറിവ് പറഞ്ഞു കൊടുക്കല്. അറിവ് പകർന്നു കൊടുക്കൽ എന്നല്ല, ഇവിടെ ഇത്രയും 9 ഗുണങ്ങളുണ്ട്. 2, 4, 6, 8, 9 ഈ 9 ഗുണങ്ങൾ ആർക്കുള്ളതാണ്? ബ്രാഹ്മണരുടെ ഗുണങ്ങളാണ് ഈ 9. ഈ 9 ഗുണങ്ങളുള്ള ഒരു വ്യക്തിയാണ് ആര്? ബ്രാഹ്മണൻ. അത് ജന്മം എടുത്താലും ഈ 9 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യക്തി ആരാണ്? ബ്രാഹ്മണനാണ്. 9 ഗുണം ഉണ്ടാവില്ല. എന്ത്? ഹരേ കൃഷ്ണ. പിന്നെ അതുപോലെ തന്നെ അടുത്ത് ചോദിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് വേണ്ടതായിരുന്നു ക്ഷത്രിയന്റെയും വൈശ്യരുടെയും ശൂദ്രരുടെ കേട്ടോ. അതും കൂടി പറയാം. ക്ഷത്രിയൻ എന്താണ്? പരാക്രമം, ബലം, ദൃഢനിശ്ചയം, നൈപുണ്യം, യുദ്ധത്തിൽ ധൈര്യം, ഔദാര്യം, നേതൃത്വം. ഈ പറഞ്ഞ ഗുണങ്ങൾ ആരിലുണ്ടാവും? ക്ഷത്രിയനിലുണ്ടാവും. ഗോരക്ഷ, വ്യാപാരമാണ് വൈശ്യരുടെ പ്രത്യേകത. ശൂദ്രനാണെങ്കിൽ അധ്വാനവും മറ്റുള്ളവരെ പരിചരിക്കുന്നു. അടുത്തത് മത്വ്യപാസയ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? മത്വ്യപാസയ എന്ന് പറഞ്ഞാല് ഭഗവാന്റെ സംരക്ഷണത്തിൽ, ഭഗവാന്റെ സംരക്ഷണത്തിൽ എന്നാണ്. ഭഗവാന്റെ പരംപുരുഷന്റെ സംരക്ഷണത്തിൽ എന്നാണ് അതിൽ അർത്ഥാക്കുന്നത്. ഹരേ കൃഷ്ണ. ഇന്നെടുത്തതിൽ എന്തെങ്കിലും